നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ ഉള്ളത് ഒരു ഹൗസ് ബോട്ടിലാണ്. ഇവിടെ നിൽക്കാൻ കാരണമെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മികച്ച ഓൺലൈൻ മാധ്യമങ്ങളുടെ സംഘടനയായ മലയാളം ഓൺലൈൻ മീഡിയ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലകളിലുമായി കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് വിവിധ ജില്ലകളിലെ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ സംസ്ഥാന സമ്മേളനം രാവിലെ 10 മണിക്ക് കുമരകത്ത് വെച്ച് ആരംഭിച്ചു. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ ചേട്ടനായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് പുതിയ പ്രതിനിധികളെ തെരഞ്ഞെടുത്തു. അതിനുശേഷം നിലവിലുള്ള കുറച്ച് സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ചുരുക്കം കുറച്ച് പേരേ ഉള്ളൂ, 10-15 ഓൺലൈൻ മാധ്യമങ്ങളുടെ ഓണേഴ്സാണുള്ളത്. അവരുമൊത്ത് ഞങ്ങളിപ്പോൾ കുമരകം കായലിലൂടെ ഒരു യാത്ര പോവുകയാണ്. ആ ദൃശ്യങ്ങളിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. നേരെ ദൃശ്യങ്ങളിലേക്ക്. അതിനുമായി ഇവിടെ ഒരുപാട് ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കളുണ്ട്. മാധ്യമ സുഹൃത്തുക്കൾ അതിലെ ഓണേഴ്സാണ് ഇതിനകത്തുള്ളത്. അനൂപ്ജി, ഒന്ന് പരിചയപ്പെടുത്തിക്കോ. നമസ്കാരം, ഞാൻ അനൂപ്. മലയാള ശബ്ദം ന്യൂസിനെ പ്രതിനിധീകരിച്ചാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. ഇന്ന് രാവിലെ ഒരു പ്രൗഢഗംഭീരമായ ഒരു സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ കായലിലേക്ക് എത്തിയിരിക്കുന്നത്. ഹൗസ് ബോട്ടിൽ 100 കണക്കിന് മാധ്യമപ്രവർത്തകർ, ഓൺലൈൻ മീഡിയയുടെ മാധ്യമപ്രവർത്തകർ രാവിലെ പങ്കെടുത്തു. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ അവർകളാണ് ഉദ്ഘാടനം നടത്തിയത്. വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ ഒരുപാട് പ്രവർത്തകരും സമ്മേളനത്തിൽ പങ്കെടുത്തു. അതിനുശേഷം ഞങ്ങൾക്കും വേണ്ട ഒരു ഉല്ലാസമൊക്കെ, അപ്പം അതിനു വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് വിവിധ ജില്ലകളിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കോട്ടയത്ത് കായൽ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഹൗസ് ബോട്ടിൽ വന്നതാണ്. താങ്ക് യു. നമ്മളിപ്പോൾ ഇപ്പോൾ അടുത്തതായിട്ടുള്ളത് നമ്മുടെ പുതുപ്പള്ളി ടുഡേ. ഞാൻ വിനോദ്, പുതുപ്പള്ളി ടുഡേ ന്യൂസിന്റെ ആണ്. അപ്പം ഞങ്ങൾക്ക് ഇന്നത്തെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ട് അല്പനേരം ഒരു ഉല്ലാസയാത്ര ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുമരകത്ത് വേമ്പനാട്ട് കായലിന്റെ ഓളപ്പരപ്പിലൂടെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഒരു പ്രത്യേകിച്ചും എല്ലാവർക്കും ഒരു നല്ല അനുഭവമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും നമ്മുടെ ഇപ്പോഴത്തെ മാധ്യമരംഗത്തുണ്ടാകുന്ന അനേകം കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു ഉല്ലാസയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കിയുള്ള അംഗങ്ങളെല്ലാം ഇവിടെയുണ്ട്. ജില്ല കൂടെ പറയണം. ജില്ല തിരുവനന്തപുരം. ഹായ്, നമസ്കാരം. ഞാൻ ഉദയൻ കലാനികേതൻ ഓൺലൈൻ മീഡിയയുടെ പ്രതിനിധിയാണ്. ആറ്റിങ്ങൽ ബേസ് ചെയ്താണ് ഞങ്ങളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി രാവിലെ ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ബഹുമാനായ ദേവസ്വം മന്ത്രി വാസവൻ സാറായിരുന്നു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. ശേഷം ഞങ്ങളുടെ മീഡിയ ഓണേഴ്സ് പ്രതിനിധികൾ ചേർന്ന ഒരു ഉല്ലാസയാത്രയ്ക്ക് ഇറങ്ങിയതാണ്. വളരെ നല്ലൊരു പ്രവർത്തനങ്ങളാണ് ഈ സംഘടന കാഴ്ചവെക്കുന്നത്. ജാതീയ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി നടക്കുന്ന എല്ലാ വാർത്താ മേഖലയിലുള്ള എല്ലാവരുമായിട്ടുമുള്ള ഒരു വലിയ ഒരു പ്രവർത്തനം ഈ സംഘടന ഇതിന്റെ ഭാരവാഹികൾക്ക് നടത്തുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു ചാനലിൽ നിങ്ങളോടൊപ്പം കുറച്ചു നേരം സമയം പങ്കിട്ടത്. നമസ്കാരം, ഞാൻ SR ഉണ്ണികൃഷ്ണൻ, കേരള 14 ചാനലിൽ പ്രതികരിച്ചാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം ചേർന്ന് നടത്തുന്ന ഒരു ഉല്ലാസയാത്രയിലാണിത്. വളരെ മനോഹരമായ രീതിയിലായിരുന്നു ഇവിടെ സമ്മേളന നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ചത്. തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ സാർ ഉദ്ഘാടനം ചെയ്യുകയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിലെ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മനോഹരമായ രീതിയിൽ ഇതിൻ്റെ വേമ്പനാട്ട് നമ്മുടെ കുമരകം കായലിലെ ഓളപ്പരപ്പിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നൊക്കെ എത്തിച്ചേർന്ന് ഞങ്ങളെന്ന് പറയുന്നത് ഇവിടുത്തെ കായൽപ്പരപ്പിലെ ഓരോ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുധീഷ് ഇല്ല, അപ്പം ചിലരൊക്കെ അടുത്തത് മഹേഷ് ജി. നമസ്കാരം. മലയാളം ഓൺലൈൻ മീഡിയ അസോസിയേഷന്റെ 4ാമത്തെ സംസ്ഥാന സമ്മേളനം ഇന്ന് രാവിലെ അതിഗംഭീരമായി കഴിഞ്ഞു. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ട എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ ഒരു ഉല്ലാസയാത്ര നടത്തുകയാണ്. പ്രത്യേകിച്ച് കോട്ടയത്തിന്റെ പ്രതിനിധി, ഞാൻ കേരള ഫയൽ മീഡിയ കോട്ടയത്ത് നിന്നാണ്. കോട്ടയത്ത് മറ്റ് പല ജില്ലകളിൽ നിന്നും എത്തിയവർക്ക് കോട്ടയത്തിന്റെ സൗന്ദര്യം, കുമരകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയായിരുന്നു. പെട്ടെന്നോട്ടിരിക്കും, അവിടെ അവിടുന്ന് ലൈറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ കോട്ടയം മീഡിയയുടെ ചീഫ് എഡിറ്റർ തങ്കച്ചൻ പാലായാണ്. ഞങ്ങളിപ്പോൾ വേമ്പനാട്ട് കായലിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ യാത്ര സംഘടിപ്പിച്ചത്. ജില്ലാ സമ്മേളന, പ്രതിനിധി സമ്മേളനങ്ങളും എല്ലാം കഴിഞ്ഞു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കൂടിയുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വൈകുന്നേരത്തെ
ഒരു കാറ്റും ഒക്കെയായിട്ട് വളരെ നല്ല ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ പേര് പറ, പ്രാന്തി തന്നെ അങ്ങനെ അറിയാൻ പറ്റും. ആ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇവിടെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കവി പറഞ്ഞ പോലെ കൈതപ്പുഴ കായലിലെ കാറ്റിന്റെ വിശറിയിലെ കളിച്ചിരി മാറാത്ത കന്നിയോളമേ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അപ്പോൾ എല്ലാവർക്കും നന്ദി. കോട്ടയം മീഡിയയുടെയും ഞങ്ങളുടെ മലയാളം മീഡിയ ഓൺലൈൻ അസോസിയേഷന്റെയും നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങള് ഇടുക്കിയിൽ നിന്നുള്ള അണക്കര രണ്ട് പ്രതിനിധികളാണ്. ശരിക്കും ഈ ചായയും ഈ ബോളിംഗ് കഴിക്കുന്നതിന്റെ ഒരു തിരക്കിലായതുകൊണ്ട് എന്ത് പറയണം നമുക്കറിയാൻ പറ്റാ. എങ്കിലും നല്ല അടിപൊളി പരിപാടിയായിരുന്നു. നമ്മുടെ നാലാം സംസ്ഥാന സമ്മേളനം പൂർത്തിയായി. അതിനുശേഷമുള്ള ചെറിയൊരു ട്രിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ ലിജോ പഴമൊഴി കഴിക്കുന്ന ആ ഒരു തിരക്ക്, ആ ഒരു ഇത് കണ്ടാൽ തന്നെ അറിയാം. അതിന്റെ ആ ഒരു നമ്മുടെ ഇടുക്കി പോലും കിട്ടാത്ത രീതിയിൽ ആണോ അത് നല്ല കിട്ടുമോ? നല്ല കിട്ടുമോ? സൂപ്പറായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. ബാക്കി ഇതാണ്ട് ബാക്കി കഴിവാറിയാണ് നമ്മുടെ ഐഡിയൽ ന്യൂസിന്റെ ചീഫ് എഡിറ്ററാണ്. നമ്മുടെ പ്രതിനിധി സമ്മേളനം കഴിഞ്ഞു, എല്ലാം ഭംഗിയായിരുന്നു, നന്നായിട്ട് പോകണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പൊ നമ്മോടൊപ്പം തേടൈ ശ്രീമാറിയേട്ടാ ഒരു മിനിറ്റ്. നമ്മുടെ കോട്ടയത്തിന്റെ തന്നെ കോട്ടയത്തെ ഏറ്റവും വലിയ ഓൺലൈൻ സ്ഥാപനമായ തേടൈ ന്യൂസിന്റെ ഓണർ ശ്രീമാറിയേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. മലയാളം ഓൺലൈൻ മീഡിയ അസോസിയേഷന്റെ 4ാമത് സംസ്ഥാന സമ്മേളനമാണ് ഇന്ന് കുമരകത്ത് പൂർത്തീകരിച്ചത്. രാവിലെ ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ സാറ് സമ്മേളനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം സംഘടനാ വിഷയങ്ങളും സംഘടനാ റിപ്പോർട്ടിങ്ങും കണക്കും മറ്റു കാര്യങ്ങളും ഒക്കെ അവതരിപ്പിച്ചു. ശേഷം ഞങ്ങൾ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അതിനുശേഷമുള്ള ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ സംബന്ധിച്ച് സംഘടന ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് സംസ്ഥാനത്തെമ്പാടും നടത്തിയത്. ഈ വരും വർഷങ്ങളിലും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനൊപ്പം കൂടുതൽ അംഗങ്ങളെ കണ്ടെത്തുകയും നല്ല സജീവമായിട്ടും നല്ല രീതിയിൽ ഓൺലൈൻ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരികയും അവർക്ക് അംഗത്വം കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിച്ച് നിർത്തുന്ന നിലപാട് സ്വീകരിച്ചായിരിക്കും സംഘടനയുടെ മുന്നോട്ടുള്ള യാത്ര. ഒപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഒരു വട്ടം കൂടി നന്ദി പറയുന്നു. താങ്ക് യു. അപ്പോൾ ഇനി സംസാരിക്കാൻ ആരുമില്ല എന്ന് കരുതുന്നത്, കാരണം പലരും പല തിരക്കിലാണ്. കാരണം ഭക്ഷണം കഴിഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു, മുമ്പ് സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സമ്മേളനത്തിന് ശേഷം നിലവിൽ കുറെ ആൾക്കാരൊക്കെ പോയി. കാരണം ദൂരത്തുനിന്ന് മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ നേരത്തെ തന്നെ അവർക്ക് വണ്ടി ട്രെയിനിന്റെ സൗകര്യം ഉണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ അവിടുന്ന് സമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ അവർ പോയി. അതിനുശേഷം നിലവിലുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കകത്തുള്ള നമ്മുടെ തൊട്ടുകൊണ്ടത് കോട്ടയം, ഇടുക്കി, തിരുവനന്തപുരം ജില്ലകളിലുള്ള, കൊല്ലം ജില്ലകളിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമ്മളിപ്പോൾ ചേട്ടാ ഈ സ്ഥലത്തിന്റെ പേരാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കവണാറ്റിങ്കര. അത് പുഴ ധാറല്ലേ ഇത് അല്ലേ? ഇത് വേമ്പനാട്ട് കായൽ തന്നെയാണത്. വേമ്പനാട്ട് കായലിന്റെ ഭാഗമായ വേമ്പനാട്ട് കായലിന് ചാഞ്ചാട്ടം ഉണ്ടോ എന്ന് അവിടുന്ന് ചോദിക്കുന്നു. അപ്പം നമ്മൾ വേമ്പനാട്ട് കായലിന്റെ കാഴ്ചകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും കൂടി ഉണ്ട്. എന്റെ ചായയും കാപ്പിയോടെ വെച്ചേക്കണം കേട്ടോ, അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കാണരുത്. ഒന്നുമില്ല. അപ്പോൾ ഇവിടെ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ 4ാമത് സംസ്ഥാന സമ്മേളനമാണ് കഴിഞ്ഞിരിക്കുന്നത്. ഏകദേശം നമ്മുടെ 14 ജില്ലകളിലായി 173 അംഗങ്ങൾ, അതായത് 173 ഓൺലൈൻ സ്ഥാപനങ്ങളാണ് ഈ സംഘടനയുടെ കീഴിലുള്ളത്. അവിടെ നിന്നും തെരഞ്ഞെടുത്ത സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, സംസ്ഥാന എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ 15-16 പേര് ആണ് ഇത്തവണ 16 പേരാണ് ഇത്തവണ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ ഏകദേശം 10-14 പേരോളം ഇപ്പോൾ ഈ ഹൗസ് ബോട്ടിലുണ്ട്. ഞങ്ങൾ ഇത്രയും പേരാണ് ഈ ഹൗസ് ബോട്ടിൽ സഞ്ചരിക്കുന്നത്. കാരണം ബാക്കിയുള്ളവർക്കെല്ലാം പോകാൻ തിരക്കുണ്ടായിരുന്നു. കാരണം മറ്റുള്ള ജില്ലകളിൽ നിന്ന് കാസർഗോഡ്, അതുപോലെ തന്നെ കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ നിന്ന് വന്നവരൊക്കെ തന്നെ സമ്മേളനാനന്തരം തന്നെ ഇവിടെ നിന്ന് അവർക്ക് അടുത്ത ട്രെയിനിന്റെ സമയം നോക്കി അവർ പോവുകയാണ് ചെയ്തത്. ഏതായാലും ഇപ്പോൾ സമയം 4 മണിയായിരിക്കും. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് കവണാറ്റിൻകര ഇവിടെ വേമ്പനാട്ട് കായലിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ട്. ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ സമ്മേളനത്തിനുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ചെറിയ തീരുമാനങ്ങൾ കൂടി എടുക്കാറുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി മാറുകയാണ്. എന്തായാലും ഈ ദൃശ്യങ്ങൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കുകയാണ്. കുമരകത്തിന്റെ മനോഹാരിത, വളരെ രസകരമായ ഒരു യാത്രയായിരുന്നു ഇന്ന്. എന്തായാലും ലൈവ് കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.